ഗസയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമം തുടർന്ന് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ. ഗതാഗത മേഖലയിലും വിദേശ നിക്ഷേപം സാധ്യമാക്കി സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗൾഫിൽ മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്ത ഒരു കാര്യം പലസ്തീൻ പ്രശ്നം തന്നെയാണ്. ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കുക, അങ്ങോട്ട് സഹായം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിന്റെ നേതൃത്വത്തിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സൗദിയുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള നയതന്ത്ര ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സൗദി പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളുടെയും പിന്തുണ ഇതിനകം ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടു. 1967 അതിർത്തി പ്രകാരം സ്വതന്ത്ര പരമാധികാര രാജ്യമായി പലസ്തീനെ അംഗീകരിക്കണം എന്ന ഒരു നിലപാടിലേക്ക് പല യൂറോപ്യൻ രാജ്യങ്ങൾ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയത് ഈ ഒരു വിഷയത്തിൽ. അതോടൊപ്പം തന്നെ പല രാഷ്ട്ര നേതാക്കളും കഴിഞ്ഞ ഈ ആഴ്ചയും കഴിഞ്ഞ ദിവസവും ജോർദാനിലെ രാജാവ് ഉൾപ്പെടെ സൗദി സന്ദർശിക്കുകയും വിഷയത്തിൽ ശക്തമായ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് സൗദിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സൗദിയിൽ വിദേശ നിക്ഷേപകർക്ക് അനുവദിക്കുന്ന ആനുകൂല്യങ്ങളാണ്. നമുക്കറിയാം പല രൂപത്തിലും വലിയ പ്രയാസമുണ്ടായിരുന്ന വിദേശ നിക്ഷേപം പോളിസി ഇപ്പോൾ സൗദിയിൽ വളരെ അനായാസം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രാൻസ്പോർട്ട് മേഖലയിൽ വിദേശികൾക്ക് സൗദിയിൽ നിക്ഷേപം നടത്താനുള്ള നിയമങ്ങളെല്ലാം അതിലുണ്ടായിരുന്ന നൂലാമാലകളെല്ലാം വളരെ ലഘൂകരിച്ചിരിക്കുകയാണ്. വലിയ പ്രയാസമുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം എടുത്തു മാറ്റിയിരിക്കുകയാണ്. നേരത്തെ 10 മില്യൺ റിയാലിന്റെ ക്യാപിറ്റൽ ആവശ്യമുണ്ടായിരുന്നു. 3 വിദേശ രാജ്യങ്ങളിൽ ട്രാൻസ്പോർട്ട് കമ്പനിയുള്ള വിദേശികൾക്ക് മാത്രമേ സൗദിയിൽ ഒരു ട്രാൻസ്പോർട്ട് സർവീസ് വിദേശ കമ്പനി തുടങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റി ആ ഒരു ക്യാപിറ്റൽ വേണ്ട, വിദേശ രാജ്യങ്ങളിൽ ട്രാൻസ്പോർട്ട് കമ്പനി വേണ്ട, അവർക്ക് ഇവിടെ ഒരു കമ്പനി അനായാസം തുടങ്ങാൻ സാധിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്പനി അനായാസം തുടങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതോടൊപ്പം നിലവിൽ സൗദിയിൽ മാനുഫാക്ചറിംഗ് മേഖലയിലോ സർവീസ് മേഖലയിലോ ട്രേഡിംഗ് മേഖലയിലോ ഒക്കെ ഇപ്പോൾ ഉള്ള കമ്പനികൾക്ക്, വിദേശ കമ്പനികൾക്ക് ട്രാൻസ്പോർട്ട് സർവീസ് കൂടി അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സൗകര്യവുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.